ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രീ ഓഫ് ലൈഫ് പ്രീച്ചിങ് ജീവന്റെ വൃക്ഷം എന്ന പഠന പരമ്പരയിലേക്ക് കടന്നു വന്നിട്ടുള്ളതായ എല്ലാവർക്കും ഞാൻ എൻ്റെ സ്വാഗതം അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ ബൈബിളിൽ നിന്നും വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യം വായിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുൻപിൽ 24 മൂപ്പന്മാരും വീണു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിക്കുകയും അവരുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ ഇട്ടുകൊണ്ട് നമ്മുടെ കർത്താവേ, മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കുവാൻ അവിടുന്ന് യോഗ്യൻ എന്ന് പറയുന്നതായ ഈ വാക്യം വിശുദ്ധ യോഹന്നാൻ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ, ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് യോഹന്നാൻ. ആ യോഹന്നാൻ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാം പോയി കഴിഞ്ഞിട്ടും പ്രായം കുറഞ്ഞ ആളായതുകൊണ്ട് ദീർഘനാൾ ജീവിച്ചു എന്നാണ് അനുമാനിക്കുന്നത്. യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ വചന നിമിത്തം പീഡിപ്പിക്കപ്പെട്ടു. കാരണം യേശുക്രിസ്തുവിൻ്റെ വചനം അപ്പോൾ തുടങ്ങിയതായ ഒരു വിശ്വാസ പരമ്പരയാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോട് തുടങ്ങിയതാണ്. ക്രൂശ് മരണത്തിങ്കിൽ വിശ്വസിച്ച, യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിൽ വിശ്വസിച്ച മനുഷ്യർ പുതിയതായിട്ട് യേശുക്രിസ്തുവിൻ്റെ അനുയായികളാവുകയും അങ്ങനെ ക്രിസ്തുമതം തുടങ്ങുകയും ചെയ്യുന്നു. ആ ചെയ്യുന്നതായ സമയത്ത് അവർക്ക് പീഡകൾ പലതുണ്ട്. ഒന്ന്, യഹൂദ മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു വന്നതായ യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ് യേശുക്രിസ്തു ഉണ്ടായതും യേശുക്രിസ്തു പിന്നീട് തൻ്റെ ശിഷ്യന്മാരും അവരെല്ലാവരും യഹൂദന്മാരായിരുന്നു. അങ്ങനെ യഹൂദ രാജ്യത്ത് യഹൂദ മതം വിട്ട് ഒരു പുതിയ മതം രൂപീകരിച്ചു എന്ന് കണക്കുകൂട്ടി എല്ലാവരും മിക്കവാറും അതിനെതിരായിട്ട് നിന്നു. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ അവർ ഉപദ്രവിക്കുകയും അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു ആരാധനയായി കണക്കുകൂട്ടുകയും ചെയ്തു. കാരണം യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ക്രിസ്ത്യാനികളായിട്ടുള്ള, അതായത് അത് വിശ്വസിക്കുന്നതായി യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതായി ഒരു കൂട്ടം യേശുക്രിസ്തുവിനെ ആരാധിക്കുവാൻ തുടങ്ങി. യഹൂദന്മാർ നേരത്തെ തന്നെ എല്ലാവരും തന്നെ യേശുക്രിസ്തുവിനെ ഒരു മശിഹായെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ വന്നത് മശിഹായാണെന്ന് അവർക്ക് മനസ്സിലാകാതെയും അവരെ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി അവർ റോമ ഗവൺമെൻറ്റിന് ഒപ്പം നിൽക്കുകയും ചെയ്തു. റോമ ഗവൺമെൻറ് ഇസ്രായേൽ ജനതയെ അപ്പോൾ കീഴ്പ്പെടുത്തി, പൊളിറ്റിക്കലായിട്ട് കീഴ്പ്പെടുത്തി അവരുടെ രാജ്യം ഭരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. റോമ ഗവൺമെൻറ് അപ്പോൾ അവരുടെ പട്ടാളക്കാരെ ഉപയോഗിച്ച് അവരുടെ രാജ്യത്തിൻ്റെ രീതി അനുസരിച്ച്, അവരുടെ ഭരണത്തിൻ്റെ രീതി അനുസരിച്ച് യഹൂദന്മാരായവർ, പുരോഹിതന്മാർ പിടിച്ച് കൊണ്ടുവന്ന് കുറ്റവാളിയായി സമർപ്പിച്ചവരെ പീലാത്തോസിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് പീലാത്തോസും അന്നത്തെ ന്യായാധിപന്മാരും യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു. എന്നാൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും പിന്നീട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ യേശുക്രിസ്തു വീണ്ടും ആത്മാക്കളെ, അതായത് മനുഷ്യർ മരിച്ചു പോകുമ്പോൾ അവരുടെ ആത്മാക്കളെ സ്വർഗത്തിലാക്കുകയും യേശുക്രിസ്തു ദൈവത്തോടെ അടുത്ത്, ദൈവത്തിൻ്റെ വലതുഭാഗത്തു എന്ന് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്.
ആ രേഖപ്പെടുത്തുന്നതായ ഭാഗത്ത് യേശുക്രിസ്തു അവിടെ സ്വർഗത്തിലായിരിക്കുകയും മരിക്കുന്നവരുടെ ആത്മാക്കൾ ചെന്നെത്തുന്നതും ആ സ്ഥലത്തായിരിക്കും. അതിനാണ് നമ്മൾ സ്വർഗമെന്ന് പറയുന്നത്. അവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് തന്നെ ദൈവവും സ്വർഗത്തിൽ ആണ് അവിടെ പറയുന്നത്. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുകയും അങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുൻപിൽ 24 മൂപ്പന്മാരും വീണു. 24 മൂപ്പന്മാരെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും 4 ജീവികളെക്കുറിച്ചും അത് സ്വർഗത്തിലെ ആളുകളായിട്ടാണ്, സ്വർഗത്തിലുള്ളവരായിട്ടാണ് വേദപുസ്തകം വായിക്കുന്നത്. പിന്നെ ദൂതന്മാരും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ദൂതന്മാരും ദൈവത്തെയും ആരാധിക്കുന്നു, യേശു ക്രിസ്തുവിനെയും ആരാധിക്കുന്നുണ്ട്. അങ്ങനെ മനുഷ്യർ മരിച്ചുപോയാൽ അവരുടെ ആത്മാക്കളിൽ ചെന്നെത്തുന്നത് സ്വർഗത്തിൽ ദൈവത്തെ നമസ്കരിക്കുകയാണ്, ദൈവത്തെ ആരാധിക്കുകയാണ്. അവിടെയാണ് പറയുന്നത്, കർത്താവേ മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കുക, നീ യോഗ്യൻ. അങ്ങനെ യോഹന്നാൻ ഇത് എഴുതുവാൻ തുടങ്ങുമ്പോൾ യോഹന്നാനെ കാരാഗ്രഹത്തിൽ ഇസ്രായേൽ ജനങ്ങളും അന്നത്തെ മൂപ്പന്മാരും റോമാ ഗവൺമെൻറ്റും ഈ എല്ലാം തന്നെ റോമാ ഗവൺമെൻറ്റിന് എതിരായിരുന്നു ക്രിസ്തുമതം. റോമാ ഗവൺമെൻറ് അവരുടെ രാജാക്കന്മാരെ തന്നെ അവർ രാജാവായിട്ട് ആയി അവരെ ആരാധിക്കാനാണ് അവരുടെ പറച്ചിൽ. അങ്ങനെ ക്രിസ്തുമതം വളർന്നു വരുന്നു. യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ആദ്യകാലങ്ങളിൽ ശിഷ്യന്മാർ ഗുഹകളിലും മറ്റു പല സ്ഥലത്തും രഹസ്യമായിട്ടാണ് ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നത് വ്യക്തിയായിട്ട് പൗലോസും പത്രോസും ഒക്കെ പല പ്രാവശ്യം ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്നാൽ യോഹന്നാനെ ജയിലിലിടുന്നതിനു പകരം പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തി. അതായത് 8-9 കിലോമീറ്റർ ചുറ്റളവുള്ളതായ കടലിലുള്ളതായ ഒരു ദ്വീപാണ്. അവിടെ യഥാർത്ഥത്തിലുള്ള ഓക്സിജനോ ആവശ്യത്തിനുള്ള ഓക്സിജനോ ആഹാരപദാർത്ഥങ്ങളോ വലുതായിട്ട് ഒന്നും തന്നെ ഇല്ല. കാടും വനപ്രദേശവുമായിട്ട് കിടക്കും. അവിടെ കൊണ്ടുവന്ന് നാട് കടത്തിയാണ്. മരിക്കുന്നത് വരെയും അവിടെ കിടക്കണം. പട്ടാളക്കാരെ കപ്പലിൽ കൊണ്ടുവന്ന് അവിടെ തള്ളിയാൽ അവിടെ നീങ്ങി. അങ്ങനെ അവിടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ ശേഖരിച്ച് കപ്പലിൽ തിരിച്ചു കൊടുക്കുകയും വേണം. കൽക്കരി എന്നു മുതലായ സാധനങ്ങൾ തിരിച്ചു കൊടുക്കുകയും വേണം. അങ്ങനെ ഈ പത്മോസ് ദ്വീപിൽ ഏകനായി കിടന്നുകൊണ്ട്, അതായത് അവിടെയുള്ള അവർ പറയുന്നതായ ജോലി ചെയ്തു കൊടുക്കണമെന്നാണ് മറ്റുള്ള ചരിത്രരേഖകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. എങ്ങനെയായാലും ആ സമയത്തെ ദൈവത്തെ ആരാധിക്കുന്നതായ വിശുദ്ധ യോഹന്നാന് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടുണ്ടായി. ദൈവം യേശുക്രിസ്തുവിന് കൊടുത്തതായ വെളിപ്പാട്, ആ വെളിപ്പാട് ദൂതൻ മുഖാന്തരം അറിയിച്ച് യോഹന്നാനെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആ യോഹന്നാൻ അത് കണ്ട് എഴുതി ഈ ഏഷ്യയിലുള്ളതായ മറ്റ് സഭകളിലുള്ള 7 സഭകളും അതിനോട് ചേർന്നിട്ടുള്ളതായ സഭകളിലും കൊടുത്തുവിടുന്നുണ്ട്. ആ കൊടുത്തുവിടുന്ന ഭാഗത്തെയാണ് വെളിപ്പാട് പുസ്തകം എന്ന് ബൈബിളിൻ്റെ അവസാന പുസ്തകമായ വെളിപ്പാടിൽ നാം മനസ്സിലാക്കുന്നത്. അതിൻ്റെ 4-ാം അധ്യായം 9-ാം വാക്യത്തിലാണ് നാം ഈ വായിച്ചതായി, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴേക്കും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുൻപിൽ 24 മൂപ്പന്മാരും വീണു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിക്കുകയും അവരുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ഇട്ടുകൊണ്ട്, ഞങ്ങളുടെ കർത്താവേ മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കുവാൻ നീ യോഗ്യൻ. സ്വർഗത്തിൽ, അതായത് സിംഹാസനം എന്ന് പറയും, ആ ദൈവത്തെയും കണ്ടു. യോഹന്നാനാണ് ഇത് കാണുന്നത്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തനായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ പകൽ ഭേദം കൂടാതെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അവരുടെ ആരാധനയാണ്
അവർ ദൈവത്തെ ആരാധിക്കുകയാണ്, അവർ യേശുക്രിസ്തുവിനെ ആരാധിക്കുകയാണ്. ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ സർവശക്തനായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ. ദൈവം പരിശുദ്ധനാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നാം ഇപ്രകാരം കാണുന്നുണ്ട്: എല്ലാ ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നും സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്ന ആർക്കും എണ്ണിത്തീർക്കുവാൻ കഴിയാത്ത വെള്ള നിലയെങ്കി ധരിച്ച് കൈകളിൽ കുരുത്തോലകൾ പിടിച്ച് ഉള്ള ഒരു മഹാപുരുഷാരത്തെയും കണ്ടു. യോഹന്നാൻ കണ്ട ദർശനത്തിൽ ലോകമെമ്പാടുമുള്ള കാലാകാലങ്ങളിൽ ജീവിച്ചുകൊണ്ടിരുന്നവരായ എല്ലാ മനുഷ്യവർഗത്തെക്കുറിച്ചും ആണ് പറയുന്നത്. എല്ലാ മനുഷ്യവർഗത്തിലുടെയും ആത്മാക്കൾ സ്വർഗത്തിൽ എത്തപ്പെട്ടവരുടെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കണ്ടതായ എല്ലാവരെയും സ്വർഗത്തിലാക്കിയ ആ ആളുകളെ കുറിച്ചാണ്. എല്ലാ ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്ന ആർക്കും എണ്ണിത്തീർക്കുവാൻ കഴിയാത്ത വെള്ളനിലയെങ്കിൽ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചതായ ഒരു കൂട്ടം ജനങ്ങളെയാണ് യോഹന്നാൻ അവിടെ കാണുന്നത്. ആ ജനങ്ങൾ ഇങ്ങനെ പറയുന്നു: രക്ഷസിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ളത്. കുഞ്ഞാട് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. കാരണം കുഞ്ഞാടുകളെ പഴയ കാലങ്ങളിൽ യാഗമർപ്പിച്ചിരുന്നു. യേശു ക്രിസ്തുവും ദൈവത്തിൻ്റെ കോപം തെറ്റ് ചെയ്തതായ മാനവരാശിയുടെ മേൽ വരാതിരിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു സ്വയം ദൈവ അനുഗ്രഹപ്രകാരം ദൈവകൃപയോടുകൂടി ഭൂമിയിലേക്ക് മാനവാധാരം ചെയ്ത് മനുഷ്യനായി ജനിച്ച് അവിടെ യാഗമായി തീർന്നപ്പോൾ യേശു ക്രിസ്തു സർവ്വപരിവാനിരിക്കുന്നതായും അന്ന് വരെയുള്ളതായി എല്ലാവരുടെയും പാപങ്ങൾ ഏറ്റുകൊണ്ട് യേശു ക്രിസ്തു യാഗമായി തീർന്നു. അതായത് ക്രൂശിൽ മരിച്ചു. അതിനെക്കുറിച്ചാണ് കുഞ്ഞാട് എന്ന് പറയുന്നത്. ആ പാപം മോചിക്കപ്പെട്ടതിനാൽ ദൈവം പറഞ്ഞിരുന്നതായ ആ പാപപരിഹാരയാഗം തീർത്തിട്ട് യേശു ക്രിസ്തു വീണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. വിശുദ്ധ ബൈബിൾ സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്നും അവർ കവിണ് വീണ് ആരാധിച്ചു. ദൈവത്തെ അവർ ആരാധിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുകയാണ്. അവരാമീൻ ആരാധിക്കുന്നു. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമീൻ. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് ആരാധിക്കുകയാണ്. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും. ദൈവത്തിന് മഹത്വം. ദൂതന്മാരും ആരാധിക്കുന്നു. ദൂതന്മാരെ പോലെയാകും മനുഷ്യരുടെ ആത്മാക്കൾ മരണത്തിന് ശേഷം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൂതന്മാരെ പോലെയാകുമെന്ന് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ആരാധിക്കുന്നതായ ഒരു സ്ഥലം ചെല്ലുമ്പോൾ അവരെല്ലാവരുടെയും എന്തായാലും ഒരു ദിവസം മരിക്കും. ആ മരണത്തിന് ശേഷം ചെല്ലുന്നതായ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളതായ എല്ലാവരും യേശു ക്രിസ്തുവോട് വിളിക്കും. അവരുടെ ആത്മാക്കൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും. യേശു ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കും. അതിനാണ് നാം സ്വർഗമെന്ന് പറയുന്നത്. നാം സ്വല്പം പുറമോട്ട് ചിന്തിച്ചാൽ ഇന്നത്തെ കാലയളവുകളിൽ കൂടുതൽ ആൾക്കാരും ദൈവത്തെക്കുറിച്ച് വിശ്വസിക്കുകയോ ഇങ്ങനെ ഒരവസ്ഥയെക്കുറിച്ച് വിശ്വസിക്കുകയോ ബൈബിളിനെ കുറിച്ച് വിശ്വസിക്കുകയോ ബൈബിളിൽ എഴുതിയത് വിശുദ്ധന്മാർ ദൈവം അരുളി ചെയ്തതായ വാക്കുകളാണ് ഈ എഴുതിയത് എന്ന് വിശ്വസിക്കുകയോ ചെയ്യാതെ അവരുടേതായ രീതിയിൽ അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ആ വകക്കാരെ വിശുദ്ധ ബൈബിൾ പറയുന്നത് ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. മൂഢന്മാരായവർ, അതായത് അറിവില്ലാത്തവർ, ദൈവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ നാം പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ കരം തന്നെയാണ്. ദൈവം തന്നെ ഇവയെല്ലാം സൃഷ്ടിച്ചു
എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നാം ഒരു മരത്തെ നോക്കിയാൽ, ഒരു തെങ്ങിനെ നോക്കിയാൽ ആ തെങ്ങിൻ്റെ ഇലകളെല്ലാം വട്ടം, ഓരോ ഇലകളും സ്വല്പം മുമ്പോട്ട് പോയി വട്ടം മാറി മാറി ഉണ്ടാകുന്നു. ഒരു വാഴയെ നോക്കിയാൽ അതിൻ്റെ ഇലകളും ഒരു വശത്തു നിന്ന് അടുത്ത ഇല വരുമ്പോൾ അതിൻ്റെ ഇല സ്വല്പം മാറി അങ്ങനെ വരുന്നു. അതായത് മുകളിൽ വരുന്നതായ ഇലകളുടെ സൂര്യപ്രകാശം താഴെയുള്ള ഇലകളെ സൂര്യപ്രകാശം മറയ്ക്കാത്ത രീതിയിലാണ് വൃക്ഷങ്ങളുടെ എല്ലാം തന്നെ അതിൻ്റെ ഘടന അങ്ങനെയാണ്. അതായത് ചില ചെടികളുടെ ഇലകൾ, ചില മരങ്ങളുടെ ഇലകൾ ആൾട്ടർനേറ്റീവായിട്ട് അല്ലെങ്കിൽ സ്വല്പം മാറ്റിയാവുന്നു. ഈ മാറ്റുന്നതാരാണ്? സർവേശ്വരനാണ്. സർവേശ്വരൻ പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ സസ്യങ്ങൾക്കും ജനിക്കുന്നതിന് മുൻപേ പാഠങ്ങൾ കൊടുത്തിട്ടുണ്ട്. സർവേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ മരങ്ങളും അതാതിൻ്റെ രീതിയിൽ സൂര്യപ്രകാശം സ്വീകരിച്ച് അതിന് ആഹാരം പാകം ചെയ്യണമെന്ന് ഉള്ളതായ ഒരു പ്രക്രിയ നിറവേറ്റുന്നതിന് സൂര്യപ്രകാശം കിട്ടിയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ സസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ സസ്യങ്ങൾക്കും മുകളിലത്തെ ഇലകൾ ഒരു വലിയ തടസ്സമായിട്ട് വരാത്ത എല്ലാ ഇലകളിലും കുറേശ്ശെങ്കിലും സൂര്യപ്രകാശം കിട്ടത്തക്ക രീതിയിൽ ക്രമീകരിച്ച് വരുന്നു. ഈ ക്രമീകരിക്കുന്നതാണ് അത് ദൈവത്തിൻ്റെ കരമാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. അതിനെ മനുഷ്യർ കൺട്രോളിലുള്ളതല്ല. അതുകൊണ്ട് പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമുക്ക് മനുഷ്യന് കാണാൻ കഴിയുന്നത്, പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുന്നത് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും, എല്ലാ മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാം തന്നെ അവരുടെ പേശികൾ, അവരുടെ ശരീരത്തിലെ മാംസത്തിൻ്റെ പല രീതിയിലും പല ഘടനകളിലാണ്. ഏറ്റവും കട്ടി കൂടിയതായ മാംസപേശികൾ ഒരു വശത്തും, അതായത് വേല ചെയ്യേണ്ടതിന് ഒരു വശത്തും, ബലം കുറഞ്ഞതായ ശരീരത്തിന് എല്ലാ വശവും പേശി കട്ടി കൂടിയതായാൽ പേശി കുറഞ്ഞത് വേണ്ടി വരുന്നു. അവരുടെ ശരീരഘടനയ്ക്ക് അതാത് ജോലിക്കനുസരിച്ച് പേശിയെ ക്രമീകരിച്ച് കൈകളുടെ മുകൾ ഭാഗത്ത് പേശിക്ക് ശക്തി കൂടുതലാണ്. ശക്തി കൂടുതലെടുക്കേണ്ടതിനു വേണ്ടി ഏറ്റവും കട്ടി കൂടിയതായ പേശികൾ, കൈയുടെ അകവശത്ത് പേശിക്ക് കട്ടി കുറഞ്ഞത്, അങ്ങനെ എല്ലാ മൃഗജാലങ്ങൾക്കും പേശിക്ക് കട്ടി കൂടിയതോ കുറഞ്ഞതോ ആക്കുന്നുണ്ട്. അത് ഈശ്വരൻ തന്നെയാണ്. സർവശക്തീശ്വരനായ ദൈവം തന്നെയാണ് എല്ലാത്തിൻ്റെയും പേശികളുടെ ക്രമീകരണം കൊടുക്കുന്നത്. ആ പേശി കൂടിയത് കൊണ്ട് അവർക്ക് ജോലി ചെയ്യാൻ, മുമ്പോട്ടുള്ള നടത്തയ്ക്ക്, മുമ്പോട്ടുള്ള നീന്തലിന്, അങ്ങനെ ഓരോന്നിനും എല്ലാ ജീവജാലങ്ങൾക്കും പേശിക്ക് കട്ടി കൂടുതലും അത് കൊടുക്കുന്നതും ദൈവം തന്നെയാണ്. അതായത് ഒരു മനുഷ്യൻ്റെ തല നമ്മൾ നോക്കിയാൽ തലയിൽ ഭാരം കൂടുതലാണ്. ആ ഭാരം കൂടുതലുള്ളായ മസ്തിഷ്കം, തലയിൽ കൂടിയായ തലച്ചോറിന് ഭാരം കൂടിയതായ തലച്ചോറും അതിൻ്റെ തലയോട്ടിയും എല്ലാം ഭാരം കൂടുതലുണ്ട്. ആ ഭാരം കൂടിയ തലയെയും ഭാരം കുറഞ്ഞതായ, കമ്പറേറ്റീവ്ലി കുറഞ്ഞതായ ചെറിയ അസ്ഥികൾ കൊണ്ടാണ്, നട്ടെല്ലിൻ്റെ ചുരുങ്ങിയ അസ്ഥികൾ കൊണ്ടാണ് മേലോട്ട് വരുമ്പോൾ കഴുത്ത് വരുന്നത്. ആ കഴുത്തിൻ്റെ ശക്തി വേണം ഈ ഭാരം കൂടിയതായ തലയെ നിയന്ത്രിക്കാൻ. അതിന് ദൈവം കൊടുത്തതായ ശക്തിയാണ്. അതിനെ പ്ലവത്വം കൊടുത്തു. ആ തലച്ചോറിൽ, തലയുടെ പല ഭാഗത്തും വായു നിറച്ചതായ, തലയോട്ടികളുടെ ഇടയിൽ വെളിയിൽ നിന്നുള്ളതായ വായു നിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെളിയിലത്തെ വായുവിനെ പ്ലവത്വം, വെളിയിലത്തെ വായുവിനെ പാരലായിട്ട് തലയുടെ ഭാരമില്ലാതെ മനുഷ്യന് പോകുവാൻ കഴിയുന്ന, മൃഗങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അത് ദൈവമാണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന് ആപത്ത് വരാതെ, കുഴപ്പം വരാതെ, നല്ല രീതിയിൽ അവൻ്റെ ആയുഷ്കാലം മുഴുവനും ജീവിച്ചിരിക്കേണ്ടതിന് അതേ രീതിയിൽ ദൈവം അവയെ സൃഷ്ടിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും സൂര്യചന്ദ്രനാദിയന്മാരെയും എല്ലാ ഗ്രഹങ്ങളെ, കോടി നക്ഷത്രങ്ങളെയും ദൈവം സൃഷ്ടിച്ചത് പരസ്പരം കൂട്ടിയിടിക്കുക, സാധാരണഗതിയിൽ കൂട്ടിയിടിക്കുന്നില്ല.
കൂട്ടിയിടിക്കുമെന്ന് മനുഷ്യന് ഭയമുണ്ടെങ്കിൽ തന്നെയും സാധാരണഗതിയിൽ കൂട്ടിയിടിക്കുന്നില്ല. കാരണം ഒരു വശത്തൂടെ അതിനെ ഒരു ഗ്രഹം മറ്റു ഗ്രഹത്തിനെ തള്ളുന്നു ദൂരോട്ട്. അതിൻ്റെ മാഗ്നറ്റിക് ശക്തി ഉപയോഗിച്ച് രണ്ട് ഗ്രഹങ്ങളും അങ്ങോട്ട് തള്ളുന്നു. അതുപോലെ വേറൊരു ഗ്രഹത്തിൽ നിന്നും ഇങ്ങോട്ട് ആകർഷിക്കുന്നു. അങ്ങനെ ആകർഷണവും തള്ളുന്നതും അങ്ങോട്ടും തള്ളുന്നതനുസരിച്ച് ഒരു നിശ്ചിത രൂപത്തിൽ ഓരോ ഗ്രഹങ്ങളും അതിൻ്റെതായ നിശ്ചയിക്കപ്പെട്ട പാതയിൽ കൂടി കടന്നു പോകുന്നു. അങ്ങനെ നിശ്ചയിക്കപ്പെട്ടതായ പാതയിൽ കൂടി കടന്നു പോകുന്നത് എന്തുകൊണ്ടെന്നാൽ സർവേശ്വരൻ ഗോളങ്ങളെ സൃഷ്ടിച്ചപ്പോൾ അതിന് ഒരു നിശ്ചയിക്കപ്പെട്ട പാത കൊടുത്തിരിക്കുന്നു. അതിനെ നമ്മൾ ദൈവം കൊടുക്കുന്നു. ആ നിശ്ചയിക്കപ്പെട്ടതായ ക്രിയേറ്ററിനെയാണ് നാം ദൈവമെന്ന് ആരാധിക്കുന്നത്. ഒരു നക്ഷത്രങ്ങളും അതാതിൻ്റെ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. നമ്മുടെ ഭൂമിയുടെ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. സൂര്യനും അതിൻ്റെതായ പാതയിൽ കൂടിയാണ്. അതാണ് ദൈവം കൊടുത്ത ശക്തി. ദൈവം ഗ്രഹങ്ങളെ സൃഷ്ടിച്ചു. ദൈവം നമുക്ക് ഉദാഹരണത്തിന് ദൈവം എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് മനസ്സിലാക്കാം. പാറയിൽ ജലം പോകുന്നുണ്ട്. പാറയിൽ പോകുന്നതായ ജലത്തെ പാറയെ ദൈവമായിട്ട് ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ദൈവം ആ ജലത്തിന് മുകളിലോട്ടും പോകാൻ പറ്റും. മുകളിൽ വായുവായിട്ടും മേഘങ്ങളായിട്ടും പോകുന്നുണ്ട്. H2 ആയിട്ട്, അങ്ങനെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ടും മേഘത്തും അതുകൊണ്ട് ജലം എല്ലായിടവും. അതേപോലെ ദൈവത്തിൻ്റെ ശക്തി എല്ലായിടവുമുണ്ട്. പ്രപഞ്ചം മുഴുവനുമുണ്ട്. സർവഗോളങ്ങളിലുമുണ്ട്. ദൈവിക ശക്തി എല്ലായിടവുമുണ്ട്. ആ ശക്തിയെയാണ് നാം ദൈവം എന്ന് പേര് പറഞ്ഞ് നാം ആരാധിക്കുന്നത്. ആ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂലോകത്തിലേക്ക് അയച്ചു. മനുഷ്യനായിട്ട് അയച്ചു. അതായത് മനുഷ്യന് തെറ്റുണ്ടെങ്കിൽ ബലഹീനമായ പേശികളിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ബലഹീനമായ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റുകൾ മനുഷ്യനുണ്ടായെന്നിരിക്കും. അത് ആദ്യം മുതലേ മനുഷ്യന് തെറ്റുകൾ ഉണ്ട്. ആ തെറ്റിൽ നിന്നും വിടുതൽ പ്രാപിച്ച് പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് ദൈവത്തോട് അനുരൂപപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പോകത്തക്ക യോഗ്യരാക്കി വെള്ളവസ്ത്രധാരികളായിട്ട്, അതായത് ആത്മാവിൽ വിശുദ്ധിയുള്ളവരായും യേശുക്രിസ്തുവിൻ്റെ അടുത്ത് പോകുവാൻ വേണ്ടി ദൈവം യേശുക്രിസ്തുവിനെ ഭൂലോകത്തിലേക്ക് അയച്ചു. ആ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് ജീവിച്ച് സുഖസന്തോഷമായിട്ട് ജീവിക്കുവാനല്ല. യേശുക്രിസ്തു മാനവരാശിയുടെ പാപങ്ങൾ മുഴുവനും തന്നിലേറ്റെടുത്തുകൊണ്ട് ക്രൂശിതനായി പാപപരിഹാരയാഗമായേണ്ടതിന് ഭൂമിയിലേക്ക് വന്നതാണ്. അവിടുന്ന് തൻ്റെ ദൗത്യം നിർവഹിച്ചു. താൻ ഉയർത്തെഴുന്നേറ്റു, വീണ്ടും സ്വർഗത്തിലേക്ക് പോയി. ആ ദൈവത്തെയാണ്, ആ യേശുക്രിസ്തുവിനെയാണ് നാം ആരാധിക്കുന്നത്. ദൈവം അനുഗ്രഹിച്ച് ദൈവം അവകാശം കൊടുത്തിട്ടുണ്ട്. യേശുക്രിസ്തുവിന് പാപപരിഹാരം ചെയ്യുവാനുള്ള അവകാശമുണ്ട്. ദൈവം കൊടുത്തതാണ്. പാപപരിഹാരം ചെയ്യുവാനുള്ളതായ, നമ്മളുടെ പാപങ്ങൾ ക്ഷമിക്കുവാനുള്ളതായ അനുഗ്രഹം യേശുക്രിസ്തുവിന് കൊടുക്കുന്നു. ആ യേശുക്രിസ്തുവിനോടാണ് നാം നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി യാചിക്കുന്നത്. ആ യേശുക്രിസ്തുവിന് ദൈവം പ്രാർത്ഥന സ്വീകരിക്കുവാനും അനുവാദം കൊടുത്തിട്ടുള്ളതായിട്ടാണ് വിശുദ്ധ ബൈബിളിൻ്റെ പല ഭാഗത്തും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന. നാം യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നാം ഇവിടെ താക്കോൽ വാക്യമായിട്ട് എടുത്തത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യമാണ്. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുൻപിൽ 24 മൂപ്പന്മാരും വീണു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിക്കുകയും അവരുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ ഇട്ടുകൊണ്ട്, ഞങ്ങളുടെ കർത്താവേ, മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കുവാൻ അവിടുന്ന് യോഗ്യനാണ്. സിംഹാസനത്തിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുകയാണ്. ജീവികളും ആത്മാക്കളും 24 മൂപ്പന്മാരും 4 ജീവികളും
ദൂതന്മാരും മനുഷ്യരുടെ ആത്മാക്കളും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ സർവശക്തനായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ ഭേദം കൂടാതെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാ ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നും സിംഹാസനത്തിന് കുഞ്ഞാടിന് മുൻപാകെ നിൽക്കുന്ന ആർക്കും എണ്ണിത്തീർക്കുവാൻ കഴിയാത്ത വെള്ള നിലയങ്കി ധരിച്ച് കൈകൾ കുരുത്തോലകൾ പിടിച്ചുള്ള ഒരു മഹാപുരുഷാരത്തെയും യോഹന്നാൻ സ്വർഗത്തിൽ കാണുന്നുണ്ട്. വിശുദ്ധ ബൈബിളിൽ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ. അങ്ങനെ മനുഷ്യരുടെ ആത്മാക്കളും അവിടെ ചെന്നു. അവർ നിത്യമായി ഹല്ലേലൂയ എന്ന് വിളിച്ച് യേശു ക്രിസ്തുവിനെയും ദൈവത്തെയും ആരാധിക്കുകയാണ്. രക്ഷസിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിനും കുഞ്ഞാടിനും ഉള്ളത് ദൈവത്തെയും കുഞ്ഞാടിനെയും ആരാധിക്കുകയാണ്. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും അരിവുകളുടെയും ചുറ്റുന്ന് അവർ കവിണ്ണു വീണ് ആരാധിച്ചു, ദൈവത്തെ ആരാധിച്ചു. സ്വർഗത്തിലെ സൈന്യങ്ങളും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ആമീൻ ഹല്ലേലൂയ എന്ന് അവർ ആരാധിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമീൻ ഹല്ലേലൂയ എന്ന് അവർ നിരന്തരം ആർത്തു വിളിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നാം ഇപ്പോൾ പ്രാർത്ഥിക്കുക എന്നുള്ള നമ്മുടെ ബലഹീന ശരീരത്തെ റിക്കവറി ചെയ്യുവാൻ, നമ്മുടെ ബലഹീന ശരീരത്തിന് ആവശ്യങ്ങൾ തരുവാൻ വേണ്ടി പ്രാർത്ഥന. ആ ബലഹീന ശരീരമല്ല, അവിടെ സ്വർഗത്തിലെ ശരീരം കിട്ടുമ്പോൾ അവിടെ ബലഹീന ശരീരത്തിനു വേണ്ടി ഒന്നും പ്രാർത്ഥിക്കേണ്ട. ദൈവത്തെ മഹത്വപ്പെടുത്തുക മാത്രം ചെയ്യുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. പിന്നെ മനുഷ്യരുടെ ആത്മാക്കൾ അവിടെ ചെന്നതിന് ദൈവത്തോട് നന്ദിയുള്ള പറയുക. ഈ 2 പ്രാർത്ഥനയാണ് അവിടെ ഉള്ളത്. നാം നന്ദിയുള്ളവരായിരിക്കുന്നു. യേശു ക്രിസ്തുവിനോട് നന്ദിയുള്ള നാം സ്വർഗത്തിൽ ചെല്ലുവാൻ ദൈവം വഴിയൊരുക്കിയതുകൊണ്ട് നാം ദൈവത്തോട് നന്ദി ഉള്ളവരായിരിക്കണം. അതുമാത്രമാണ് അവിടെ പറയുന്നത്. അങ്ങനെ പ്രാർത്ഥന ഇപ്പോൾ നമ്മൾ 4 കൂട്ടം കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിനു വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ബലഹീനമായ ശരീരത്തിൻ്റെ പല കാര്യത്തിനും പല ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ഇപ്പോൾ അതിനും കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കുന്നതിനു വേണ്ടി വീണ്ടും ബലഹീനമായ ശരീരത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും തെറ്റുകൾ വന്നുകൂടാ. അതിന് ക്ഷമയ്ക്ക് വേണ്ടി അവിടെ ബലഹീനമായ ശരീരമില്ലാത്തതിനാൽ അവിടെ തെറ്റ് ചെയ്യാനുള്ള യാതൊരു ചാൻസും ഇല്ലാത്തത് കൊണ്ട് ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടത്തില്ല തെറ്റ് ചെയ്യുവാൻ. ആയതിനാൽ അവൻ ഒരു തെറ്റും ചെയ്യുന്നില്ല, അതിന് അവിടെ ക്ഷമയുമില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുക, യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക. പിന്നെ നാം ധന്യവാദം പറയുക, നാം താങ്ക് യു പറയുക. ദൈവം നമ്മളെ അവിടെ ആക്കി വെച്ചതിന് നാം നന്ദി പറഞ്ഞുകൊണ്ടുള്ള ആരാധനയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമീൻ ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നതായ ഒരു കൂട്ടമാണ് സ്വർഗത്തിലെ സൈന്യങ്ങളും മനുഷ്യർ മരിച്ചുപോയവരുടെ ആത്മാക്കളാണ് സ്വർഗത്തിൽ ചെല്ലുന്നവർ. അതായത് ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള എല്ലാവരും ബൈബിളിൻ്റെ ഭാഷയിൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളതായ എല്ലാവരെയും സ്വർഗത്തിലേക്ക് ആക്കും എന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. വിശുദ്ധ ബൈബിളിൽ വെളിപ്പാട് പുസ്തകം 7:15 നാം കാണുന്നു, അവർ രാവും പകലും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്വർഗത്തിൽ ചെന്നിട്ടുള്ളതായ മനുഷ്യാത്മാക്കളും ദൂതന്മാരും എപ്പോഴും രാവും പകലും കൂടാതെ ഇടവിടാതെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം കാണുന്നു, സിംഹാസനത്തിന് മുൻപിൽ അവർ കുറ്റമില്ലാത്തവരാണ്. ദൈവം നോക്കുമ്പോൾ അവിടെയുള്ളവർ കുറ്റമില്ലാത്തവരാണ്. അവർക്ക് പിന്നെ ഒന്നുമില്ല. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന ഒരു കടമ മാത്രമേ ഉള്ളൂ. അവിടെ യുഗായുഗങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടേ. അങ്ങനെ 13:13 കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. കാരണം കർത്താവിൽ മരിക്കുന്നവർ കുറ്റമില്ലാത്തവർ
തൻ്റെ പാപങ്ങൾ കഴുകപ്പെട്ടിട്ടുള്ളത് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് വിശുദ്ധി നേടിയവർ അവർ മരിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ പിന്നൊരു ദിവസം എന്നായാലും മരിച്ചെങ്കിലേക്ക് നമ്മുടെ ശരീരം മരിക്കുക എന്നുള്ള പ്രോസസ്. കാരണം നമ്മുടെ ശരീരത്തിന് ഈ പ്രാണനെയും ആത്മാവിനെയും നമ്മുടെ ശരീരം ബലഹീനമാകുമ്പോൾ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ രോഗത്തിന് അടിമപ്പെട്ടോ എങ്ങനെയോ നാം കടന്നുപോയി കഴിയുമ്പോൾ ഈ ശരീരത്തിൽ നിന്നും ജീവൻ കടന്നുപോകും. ജീവനോടുകൂടി തന്നെ ആത്മാവ് അതിന് കടന്നുപോകും. ആത്മാവ് നേരെ ദൈവത്തിൻ്റെ അടുക്ക്, ദൈവത്തിൻ്റെ ന്യായസിംഹാസനത്തിന് മുൻപാകെയാണ് ആത്മാവ് ചെല്ലുന്നത്. ദൈവം പറയുന്നത് പോലെയാണ്. സ്വർഗത്തിലേക്ക് വിളിക്കുന്നവരെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളതായ ആരെയും ദൈവം അവിടെ പറഞ്ഞതായ അവിടെ ദൈവത്തെ ആരാധിക്കുന്നതായ ആത്മാക്കളോടുകൂടി സ്വർഗീയ സൈന്യങ്ങളോടുകൂടി അവരെ രക്ഷയും മഹത്വവും ബഹുമാനവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. അവർ ആർത്ത് വിളിക്കുകയാണ്. ആത്മാക്കൾ, ദൂതന്മാർ, രക്ഷയും മഹത്വവും ബഹുമാനവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 4 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഹല്ലേലൂയ എന്ന് ആർത്ത് പാടി ദൈവത്തെ നമസ്കരിക്കുന്നതായ ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. ആ ഭാഗത്തിലാണ് വെളിപ്പാട് പുസ്തകം 21 അധ്യായം 3 വാക്യം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവിടെ അവരോടുകൂടെ അവിടുന്ന് മനുഷ്യാത്മാക്കളോടുകൂടി ദൂതന്മാരോടുകൂടിയാണ് വസിക്കുന്നത്. അതായത് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അവൻ്റെ ജനമായിരിക്കും. ദൈവം തന്നെ അവരുടെ ദൈവമായി ദൂതന്മാർ ആരാധിക്കുന്നുണ്ട്. ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അവിടെയാണ് എല്ലാവരും ഒത്തൊരുമിച്ച് യുഗായുഗങ്ങൾ വാഴുന്നതായ ഒരവസ്ഥ. അവിടെ ദൈവത്തെ ആരാധിക്കുകയാണ്. ഇന്ന് താക്കോൽ വാക്യമായിട്ടെടുത്തുള്ള വാക്യം വെളിപ്പാട് പുസ്തകം 4 അധ്യായം 9 വാക്യം വായിക്കുന്നു. എന്നത്തേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴേക്കും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുൻപിൽ 24 മൂപ്പന്മാരും വീണു. സിംഹാസനം ഇരിക്കുന്നത് ദൈവമാണ്. ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശുക്രിസ്തുവും ഇരിക്കുന്നതായിട്ട് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതാണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിക്കുകയാണ് അവരും. എല്ലാവരും ദൈവത്തെ നമസ്കരിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുന്ന നിർത്തില്ലാതെ ദൈവത്തെ ആരാധിക്കുന്നതായ ആ സമയത്തിനും നാമം കരസ്ഥമാക്കേണ്ടതിന് ഈ ഭൂമിയിലെ വാസം എന്ന് കഴിയുന്നു അന്നു മുതൽ ദൈവകരങ്ങളിലായിരിക്കുവാൻ നാമം ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവത്തോട് അനുഗ്രഹം ചോദിച്ച്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച്, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച്, നമ്മുടെ പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നു. പിന്നെ ആ യേശുക്രിസ്തു പറയുന്നതായ ദൈവം നിഷ്കർഷിച്ചിട്ടുള്ളതായ യോഗ്യമായ രീതിയിൽ ജീവിച്ചാൽ നാമം എന്ന് അവിടെ ചെല്ലുന്നു. നാമം അവിടെ ആ സ്വർഗീയ അവസ്ഥയിൽ ജീവിക്കുവാൻ ദൈവം കൃപ തരട്ടെ. എല്ലാവർക്കും നന്ദിയും നമസ്കാരവും ഇതോടൊപ്പം ഞാൻ അറിയിച്ചുകൊള്ളുന്നു.